ബിഗ് ബോസിലുള്ള ഒണിൽ സാബുവിനെ അങ്ങനെ ആരും അതിനോടൊന്നും മറക്കാൻ സാധ്യതയൊന്നുമില്ലല്ലേ. ഒരുപാട് ഈ ആത്മാക്കളുമായിട്ടും എല്ലാം ഓജോ ബോർഡ് വഴി നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളും കൂടിയായിരുന്നു. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ അവസാനം അതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പുറമേ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എല്ലാം അദ്ദേഹത്തിന്റെ ഫോട്ടോസിലും വീഡിയോസിലും എല്ലാം ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ്. ഫോട്ടോസും വീഡിയോസും എല്ലാം അത്തരത്തിൽ ഈ സെലിബ്രിറ്റി പ്രത്യേകിച്ച് സിനിമാ നടന്മാരെ ഫിലിം ആക്ടേഴ്സുമായിട്ടും എല്ലാം ഉള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ഈ ഒണിൽ സാബുവിന് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റസിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് കണക്ഷൻ ഇദ്ദേഹത്തിന് അത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സംശയമുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റോറി ടെല്ലറും കൂടിയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഈ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഒളിഞ്ഞിരിക്കുന്ന കൊച്ചിക്കാർക്ക് പോലും അറിയാത്ത ഒരുപാട് കൊച്ചിയിലെ ഒളിഞ്ഞു കിടക്കുന്ന കഥകൾ വരെ നല്ല രീതിയിൽ അറിയാവുന്ന, നല്ല രീതിയിൽ നാരേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റോറി ടെല്ലറും കൂടിയാണ് ഒണിൽ സാബു. അപ്പൊ അത്തരത്തിലുള്ള കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ ഒരു താല്പര്യമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഈ ഹനിശ്രീ അശോകന്റെ മകനായിട്ടുള്ള അർജുന അശോകനും അദ്ദേഹത്തിന്റെ വൈഫും കൂടിയൊക്കെ ഒണിൽ സാബുവിന്റെ കഥ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഒണിൽ സാബുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കാണാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്ക് അവർ ഇത്തരത്തിൽ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഒണിൽ സാബു. പിന്നെ അതിന് പുറമെ നോക്കുകയാണെങ്കിൽ ഒണിൽ സാബുവിന്റെ ബ്രദർ ഒരു ഫിലിം ആക്ടറാണ്. ഇപ്പൊ ചത്താപ്പച്ച എന്ന് പറയുന്ന ഒരു ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും അതിൽ വരെ ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഒണിൽ സാബുവിന്റെ ബ്രദർ. സോ അപ്പൊ ആ രീതിയിലുള്ള ഒരു കണക്ഷനും ഒണിൽ സാബുവിന് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടുണ്ട്. ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അർജുന അശോകനാണ്. അപ്പൊ ആ രീതിയിലൊക്കെ കണക്ഷൻ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കാം. പിന്നെ അതിന് പുറമെ ഇദ്ദേഹം ഒരു ഷെഫാണ്. സോ എല്ലാവർക്കും ഫുഡ് കഴിക്കാനും വളരെയധികം താല്പര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ ഈ ഒണിൽ സാബു മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊപ്പി യൂട്യൂബറായിട്ടുള്ള തൊപ്പി അടക്കം വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഓജോ ബോർഡ് പ്ലെയർ ആണ് ഒണിൽ സാബു. അതായത് തൊപ്പിയും ആ ടീമൊക്കെ ഓജോ ബോർഡ് സെറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇത് കൺഫ്യൂഷൻ ചോദിക്കാൻ വേണ്ടി ഇത് എങ്ങനെയാണ് കളിക്കുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി അവൈലബിൾ ആളുള്ളതിനകത്ത് ഏറ്റവും പ്രോ ആയിട്ടുള്ള ഒരു നമ്പർ അവർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിൽ എന്നാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ തൊപ്പി ഇത്തരത്തില്ല ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത സമയത്ത് കൺഫ്യൂഷൻ ചോദിക്കാൻ വേണ്ടി കിട്ടിയ ഒരു നമ്പർ, അതായത് നല്ല രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ നമ്പർ എന്നുള്ള രീതിയിൽ കിട്ടിയത് ഒണിലിന്റെ നമ്പറാണ്. അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊപ്പിയും ടീമും വീണ്ടും ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ഈ കൺഫ്യൂഷൻ ചോദിക്കാൻ വേണ്ടി ഒണിലിന്റെ നമ്പറിൽ വിളിക്കുന്ന സമയത്ത് ഒണിലിന്റെ ബ്രദറാണ് ഫോൺ എടുത്തത്. അപ്പൊ ആ സമയത്ത് ഒണിലിന്റെ ബ്രദറാണ് പറയുന്നത് ഒണിൽ സാബു ഇപ്പൊ ബിഗ് ബോസിൽ കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഓൾറെഡി തൊപ്പി വീഡിയോക്കകത്ത് ലൈവിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രോ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ഒണിൽ സാബു.